ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വ്ളോഗാണ്. അപ്പം കുറേ നാളിന് ശേഷം ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൻ്റെ നാടായിട്ടുള്ള ശാസ്താംകോട്ടയിൽ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ, അതായത് എല്ലാ വർഷവും ഉത്സവത്തിനും അല്ലാതെയും ഒരുപാട് തവണ ഞാൻ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അപ്പം കല്യാണത്തിനൊക്കെ ശേഷം ഞാൻ ഒരു തവണ എന്തോ ഞങ്ങളുടെ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. അല്ലാതെ ഞാനങ്ങനെ ഇപ്പം ഒരു 4 വർഷത്തെ ഗ്യാപ്പായെന്ന് തോന്നുന്നു ഞാൻ വന്നിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെന്ന് വരണമെന്ന്. അപ്പം ഞാൻ വന്ന സമയത്ത് ശ്രദ്ധിച്ചപ്പം വലിയ മാറ്റമൊന്നുമില്ല. പഴയ ആ ഒരു ലുക്കും കാര്യങ്ങളും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും. പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പം ബസ് സ്റ്റാൻഡൊക്കെ മാറിയിട്ട് വേറെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ പഴയ ചന്തയുണ്ടായിരുന്നു. അപ്പോൾ ചന്തയിലൊക്കെ ഞാൻ പോയതുള്ള എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഇപ്പം ചന്തയുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ അതിന് തൊട്ടപ്പുറത്താണ് ഗവൺമെൻറ് സ്കൂൾ വരുന്നത്. എല്ലാം അടുത്തടുത്താണ്. ഈ ഒരു വലിയ സിറ്റിയൊന്നും അല്ലെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കോളേജ് റോഡ്. അപ്പം റൈറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ DB കോളേജ്, ശാസ്താംകോട്ട DB കോളേജ്. അപ്പം DB കോളേജിൽ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് രാവിലെ നമ്മൾ ഇറങ്ങും. അപ്പം വരുന്ന സമയത്ത് കുറേ നേരത്തെ ഇറങ്ങുന്നുണ്ട്. എക്സാമിനായതുകൊണ്ട് നമ്മൾ നേരത്തെ വരുമ്പം ഫുഡൊന്നും കഴിക്കത്തില്ല. അപ്പം നേരെ വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ അന്ന് രാവിലെ കഞ്ഞി ഉണ്ടാവും. അപ്പോൾ കഞ്ഞിയും പയറും ഒക്കെ അമ്പലത്തിൽ കയറി കഴിച്ചിട്ടാണ് നമ്മൾ നേരെ കോളേജിലേക്കൊക്കെ പോകുന്നത്. അപ്പം പിന്നെ കോളേജിൻ്റെ സൈഡിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ കായൽ. അപ്പോൾ കായലിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ നമ്മൾ പണ്ട് ഉത്സവത്തിനൊക്കെ വരുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് നാടകങ്ങൾ, അപ്പം ഈ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് നാടകങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു തറയിൽ പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു തുണിയോ തോർത്തോ ഒക്കെ വിരിച്ചിട്ട് നമ്മൾ അവിടെ കിടന്ന് രാത്രിയിലൊക്കെ നാടകമൊക്കെ ഒരുപാട് തവണ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് ഇഷ്ടം പോലെ കുരങ്ങാണ്, അമ്പലക്കുരങ്ങുണ്ട്. അപ്പോൾ ഇവിടെ അമ്പലക്കുരങ്ങിന് ഇവിടെ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. അവിടെ ഫുഡൊക്കെ കൊടുക്കുകയും ഡെയിലി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വന്ന സമയത്ത് നമുക്ക് കുറച്ച് അടയൊക്കെ കിട്ടി ഒരു ആൻറ്റിയുടെ കയ്യിൽ നിന്ന്. പിന്നെ നമ്മൾ അമ്പലം അടയ്ക്കാറായ ഒരു ടൈമിലാണ് എത്തിയതുകൊണ്ട് അമ്പലമൊക്കെ തൊഴുതതിന് ശേഷമാണ് അടച്ചത്. പിന്നെ അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു വിജനതയൊക്കെ ഫീൽ ചെയ്തു. ഒരു ബാക്കിലൊരു കാട് പോലൊരു ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ പഴയ ആനയൊക്കെ കെട്ടിയിരുന്നത്. അപ്പോൾ ആന മരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെന്തോ വയ്യായിരുന്നു അന്നേ. അതിനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ അതിന് ചെറിയ കാലിനൊക്കെ വയ്യാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കഴിഞ്ഞ തവണ വന്നപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വന്ന സമയത്ത് എന്നാൽ പോയി നോക്കിയതാണ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ കാണുന്ന ഭാഗത്തായിരുന്നു ആനയെ കെട്ടിയിരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ കോളേജ് റോഡാണ്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, വെറുതെ അവിടെ നിന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിന്നു. കാരണം ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു അവിടെ വന്ന സമയത്ത്. എന്തൊക്കെയോ നമ്മൾ കുറേ നാളിന് ശേഷം കാണുമ്പം എന്തൊക്കെയോ നമ്മൾ മിസ് ചെയ്ത പോലൊക്കെ ഒരു ഫീലുണ്ട്. പിന്നെ ആ കാണുന്നത് കോളേജ് റോഡാണ്. ഇത് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് ആ സൈഡിലായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമ്പലമൊക്കെ അടച്ചത് കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങി നമ്മൾ ആ കായലിൻ്റെ സൈഡിലേക്ക് പോകാൻ നേരം നടന്ന് വന്ന സമയത്ത് ഇത് കണ്ടു കുറേ കുരങ്ങുണ്ട്. ഇഷ്ടം പോലെ കുരങ്ങാണ് അവിടെ ഇങ്ങനെ മരത്തേലൊക്കെ തൂങ്ങി പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന്. കാരണം അതുപോലെ വികൃതിയാണ് അതുങ്ങൾ, കണ്ടില്ലേ, ചാടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്നു വന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയുടെ അകത്ത് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കയറി സെർച്ച് ചെയ്യുകയാണ്. ഇത് കണ്ടില്ലേ, അതിന് കയറാൻ നോക്കിയിട്ട് ഒരെണ്ണത്തിന് പറ്റിയില്ല. പക്ഷേ മറ്റേത് ഓൾറെഡി വലിഞ്ഞ് കയറിയിട്ട് ആ അതിനകത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ എന്തെങ്കിലും തിന്നാനോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള സെർച്ചിങ്ങിലാണത്. അപ്പോഴത്തേക്ക് താണ്ട് ഇവിടുന്ന് വേറൊരാൾ വരുന്നുണ്ട്, ചാടിപ്പറിച്ച് ഇതിൻ്റെ കൂടെ ഇത് കണ്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതും വന്ന് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം. അപ്പോഴത്തേക്ക് പിന്നെ വേറെ പുള്ളിക്കാരൻ വന്ന് എനിക്ക് ഓടിച്ചു. പിന്നെ വെയിലായത് കാരണം നിൽക്കാൻ വയ്യ, കാല് പൊള്ളുന്ന ചൂടായത് കാരണം ഞങ്ങൾ അധികം ഒന്നും നിന്നില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി നേരെ കോളേജ് റോഡിൻ്റെ അടുത്ത് പോയി. ഇവിടെ കായലിൻ്റെ സൈഡിൽ കുറച്ച് വ്യൂസും കാര്യങ്ങളും ഉണ്ട്. സൈഡിലൊക്കെ ഇരിക്കാനൊക്കെ കുറേ സ്പേസൊക്കെ, പണ്ട് ഇങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ച് സ്പേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. പണ്ടൊരു എന്താ ഒരു പട്ടിക്കാട് പോലെ ഒരു ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു ഏരിയ പോലെ കിടന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ ടൂറിസ്റ്റ് പ്ലേസ് പോലൊക്കെ വരുമല്ലോ, അങ്ങനെ ഈ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ നമ്മളിങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലമൊക്കെ നോക്കി എല്ലാവരും പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലീസും അല്ലാതെയും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ പണ്ട് ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു കുണ്ടും കുഴിയായിരുന്നു. നേരെ ചൊവ്വേ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ടാറൊക്കെ ചെയ്ത് വൃത്തിയാക്കി അത്യാവശ്യം നല്ലൊരു സ്പേസ് ആക്കി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പട്ടി ശല്യം അത് അന്ന് ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ പട്ടിയുണ്ട്.
ഭയങ്കര പട്ടിശല്യമായിരുന്നു. നമ്മൾ പേടിച്ചാണ്. കാരണം നമ്മൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെയൊക്കെ നടന്ന് വരുന്നുണ്ട്. എന്തിനാണോ എന്തോ. പിന്നെ ഇതാണ് ആ കായലിൻ്റെ ഒരു സൈഡ്. ഇപ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇപ്പം പണ്ടൊക്കെ ആയാലും ഇപ്പോഴായാലും എനിക്ക് തോന്നുന്നു കുറേ ഈ കല്യാണക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്തും അതുപോലെ ഒരു സൈഡിലൊരു ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയൊരു നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെയുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കണ്ടില്ലേ പട്ടികളൊക്കെ പോകുന്നത്. അതുണ്ട് കായലിൻ്റെ സൈഡിൽ ഇരിക്കാനൊക്കെയുള്ള സ്പേസ്. നമുക്കല്ലാതെ നമുക്കിവിടെ കല്ലുകളിലൊക്കെ ഇരിക്കാം. നല്ല കാറ്റായിരുന്നു. നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. വെയിലൊക്കെ ഒന്ന് പോയി. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട്. പണ്ട് പോയ സമയത്ത് ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ വെയിലും കാര്യങ്ങളും ഒക്കെ ആണല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ മോനുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. ബോട്ടിലൊന്നും കയറാതെ അവിടെ എല്ലാം നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കായലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ട്. അപ്പോൾ വെറുതെ ആൾക്കാർ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ പോയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഏതോ ഒരു പുള്ളിക്കാരൻ അവിടെ വള്ളം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ കയറി ഇരുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അതിനകത്ത് കയറി ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ ശാസ്താംകോട്ട ഭരണിക്കാവ് ആ റോഡാണ്. അപ്പോൾ ആ റോഡിലോട്ട് ആ ഒരു ഭാഗത്തോട്ട് തിരിയുന്നിടത്താണ്, അതായത് നമ്മുടെ മെയിൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപ്പൻ്റെ വീട്. അപ്പം ആ ഭാഗത്തേക്ക് താണ്ട് ഇപ്പം വലിയ ദൂരമൊന്നുമില്ല അമ്പലത്തിനടുത്ത് നിന്ന്. അപ്പോൾ ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ വീട്ടിലേക്ക് പോയതൊന്നുമില്ല, റോഡ് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ചെറിയ കടയായിരുന്നു പണ്ട്. ഇപ്പോൾ അത് വലിയ കടയൊക്കെ ആയി മാറി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വീട് കിട്ടിയില്ല. ആ വഴിയിലൂടെ പോകുന്നതാണ് അപ്പൻ്റെ വീട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്.